ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അതായത് ബാറ്ററി ഒരുപാട് നേരം ചാർജ് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റുകളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബർമാരുടെ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് ഒരു 5 കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 5 കാര്യങ്ങളല്ല, 5 സെറ്റിങ്സ്. ഈ 5 സെറ്റിങ്സ് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ബാറ്ററി ലൈഫിനെക്കാട്ടിലും കുറച്ചും കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും. ഏതൊക്കെയാണ് നോക്കണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നിങ്ങളുടെ ഫോൺ സെറ്റിങ്സിൽ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിളായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല. നിങ്ങളുടെ ബാറ്ററി മാത്രമാണ് കമ്മിയാവാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യുക. അതിന് അടുത്തതായിട്ട് സെർച്ച് ബാറിൽ സ്കാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ സ്കാനിങ്, ബ്ലൂടൂത്ത് സ്കാനിങ് വരും. അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിടുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അടുത്ത് ഏതെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓപ്പോ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ക്വിക്ക് കണക്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത്രയും ഓപ്ഷൻസ്, ഈ 3-4 ഓപ്ഷൻസ് മാത്രം എനേബിൾ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ഓപ്പോ ഉള്ള വ്യക്തികൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നേരെ താഴത്തേക്ക് വന്ന ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ്, ഇപ്പോൾ ആൾ സർവീസിൻ്റെ ഓപ്ഷനിൽ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിടാൻ ശ്രമിക്കുക. അതേപോലെ അടുത്തത് ബാറ്ററി ഒപ്റ്റിമൈസ് ആണ്. ജസ്റ്റ് ബാറ്ററി ഒപ്റ്റിമൈസ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. അതായത് ബാറ്ററി ഒപ്റ്റിമൈസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കുറേ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ, ഇപ്പോൾ സെൻറ്ററിലാണ് കിടക്കുന്നത് സ്മാർട്ട് മോഡ്, അത് ഓപ്പോയിലാണ്. അതങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ അടിയത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബാറ്ററി ഒപ്റ്റിമൈസ് എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ ഈ മോട്ടോ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണുകളിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് ആപ്പ് ബാറ്ററി യൂസേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.